അമേരിക്കയ്ക്ക് ഹാനികരമാകുന്ന കുടിയേറ്റക്കാരെ തടയാൻ പ്രസിഡന്റിന് അധികാരമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത്തരക്കാരെ രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നത് വിലക്കാനാകും. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ വകുപ്പുകൾ അതിനുള്ള അംഗീകാരം പ്രസിഡന്റ് നൽകുന്നുണ്ടെന്നും ട്രംപ് അറിയിച്ചു. വാഷിംഗ്ടണിൽ അഫ്ഗാൻ സ്വദേശി നാഷണൽ ഗാർഡുകൾക്കു നേരെ നടത്തിയ വെടിവയ്പിനെ തുടർന്നാണ് കടുത്ത തീരുമാനത്തിലേക്ക് ട്രംപ് നീങ്ങിയത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കൂടുതൽ വിവരങ്ങൾ. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കൃത്യമായൊരു നിലപാടാണ് ട്രംപ് അറിയിച്ചത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് 19ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ, അതായത് മൂന്നാം ലോക രാജ്യങ്ങൾ എന്നാണ് അദ്ദേഹം പരാമർശിച്ചതെങ്കിൽ കൂടി 19ഓളം രാജ്യങ്ങൾ എന്നാണ് അവസാനം നിരീക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളും നടപടിക്രമങ്ങളുമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാന്റെ പാസ്പോർട്ടുള്ളവർക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല എന്നൊരു നിലപാടും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് കൃത്യമായൊരു നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായ തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഈ ഇമിഗ്രേഷൻ നാഷണാലിറ്റി നിയമങ്ങളിലെ 212 വകുപ്പ് പ്രകാരം തനിക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിന് അതിനുള്ള അധികാരം നൽകുന്നുണ്ട് അമേരിക്ക എന്നാണ് വളരെ കൃത്യമായി അറിയിച്ചത്. അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും അമേരിക്കയിലേക്ക് കുടിയേറുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ശ്രമിക്കുകയാണെങ്കിൽ അവരെ തടയാനുള്ള സാധ്യത അല്ലെങ്കിൽ അധികാരം, ഹാനികരമായ എന്തെങ്കിലും അമേരിക്കയ്ക്ക് വരുമെന്ന് ബോധ്യമുള്ള കാര്യത്തിൽ നടപടിയെടുക്കാൻ അധികാരമുണ്ട് എന്നാണ് ട്രംപ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമവകുപ്പും അദ്ദേഹം ഉൾച്ചേർത്തുകൊണ്ടാണ് തന്റെ പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കടുത്ത നടപടികളിലേക്ക് ഈ കുടിയേറ്റവുമായി സംബന്ധിച്ച വിഷയത്തിൽ, മൂന്നാം ലോക രാജ്യങ്ങളുടെ കുടിയേറ്റം എന്ന് അദ്ദേഹം പരാമർശിച്ച ആ രാജ്യങ്ങളുമായുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇക്കാര്യം ബാധകമാണ് എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അശ്വതി.